കേസിൽ ജാമ്യഹർജി തള്ളിയിട്ടുണ്ട്. തള്ളിയതിന് കോടതിക്ക് തോന്നിയ യുക്തമായ കാരണങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ ഒരു സാധാരണ കേസിൽ ജാമ്യം കിട്ടേണ്ട കേസാണെന്ന് ധാരണ ഉണ്ടായിരുന്നു. കാരണം കസ്റ്റഡി കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണെന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാലും ഒരു കോടതിയുടെ ഉത്തരവാണ്. നമുക്ക് ഒരു കോടതിക്ക് എപ്പോഴും വാദങ്ങൾ കേട്ട് ന്യായമായ തീരുമാനം എടുക്കാം. കോടതിക്ക് ഉചിതമായ തീരുമാനം, കോടതിക്ക് തോന്നിയ തീരുമാനം കോടതി എടുത്തു കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ നമുക്ക് അടുത്ത വഴി അടുത്ത കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഒരു ജുഡീഷ്യൽ ഫംഗ്ഷൻ ആണല്ലോ. നമ്മളത് ചെയ്ത് ഇന്ന് തന്നെ സെഷൻസ് കോടതിയിൽ, ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. 2 കൊല്ലം പൂർണ്ണമായി അന്വേഷിച്ചൊരു കേസാണ്. ആ കേസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഈ മൊബൈൽ ഫോണും ഈ കാര്യങ്ങളൊക്കെ പോലീസിന്റെ തന്നെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്താൻ പ്രതിക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല. എല്ലാ കേസുകളും നമ്മൾ വിചാരിക്കും പോലെ വിധി ഉണ്ടാവണമെന്നില്ല. ഈ കേസിൽ ഇങ്ങനെയാണ് ഒരു ജാമ്യ ഹർജി തള്ളിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു കോടതിയെ സമീപിക്കുകയാണ്. അപ്പൊ ഇന്ന് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം എന്നുള്ള വിചാരണ വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജില്ലാ സെഷൻസ് കോടതിയിൽ ബോധിപ്പിച്ച് എന്താണ് റിസൾട്ട് എന്ന അതിനനുസരിച്ച് തീരുമാനമെടുക്കുക. അല്ലാതെ നമുക്കൊന്നും ഒരു പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല. കാര്യങ്ങൾ ഇപ്പോ ഈ ജിതിൻ ഭാസ്കറിനെതിരെ ആരോപിച്ച കുറ്റങ്ങൾ 153A, 109, 209 IPC ഇതാണ് ഈ പ്രതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. ആരോപിച്ചിട്ട് മാത്രമേ ഉള്ളൂ, തെളിയിക്കപ്പെട്ടതല്ല. അതിൽ 153A എന്ന ഒരു കുറ്റകൃത്യത്തിന്റെ പരമാവധി ശിക്ഷ 3 കൊല്ലം വരെയാണ്. 3 കൊല്ലം വരെ ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന കുറ്റമാണ്. ആ വകുപ്പ് മാത്രമേ ജാമ്യം കിട്ടാത്ത വകുപ്പായിട്ടുള്ളൊരു വകുപ്പുള്ളൂ. 109 എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കലാണ്. 209 എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലാണ്. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഈ ജില്ലാ ഫോറൻസിക് റിപ്പോർട്ടിൽ ജിതിൻ ഭാസ്കർ അദ്ദേഹത്തിന്റെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയതാണ് ഈ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണമായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആർക്കും എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അയാളുടെ ഫോൺ റീസെറ്റ് ചെയ്തുകൊണ്ട് മാത്രം അയാൾ പ്രതിയൊന്നാവില്ലല്ലോ. പക്ഷെ ഇതാണ് കോടതി കണ്ടെത്തിയ ഒരു കാരണം. അല്ലാതെ വളരെ ഭീകരമായ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങളൊന്നും പ്രതിയുടെ പേരിൽ ഇപ്പൊ ആരോപിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു ഭരണമാറ്റം വന്നു, അതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണ സംഘമാണ്. അതിപ്പോ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസിൽ എന്തൊക്കെ നിലപാട് കൈക്കൊള്ളുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണല്ലോ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ കോടതിയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം, സർക്കാർ മാറുന്നു, ഈ സമയത്തുണ്ടാകുന്ന ചില ഇടപെടലുകൾ ഏത് രീതിയിലൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ പോലും കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പല കേസുകളിലും ഒരു മനുഷ്യന്റെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഒരു മൗലികാവകാശം അത് ലംഘിക്കപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി എല്ലാ ജഡ്ജ്മെന്റിലും എല്ലാ വിധികളിലും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 30/4/2026 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായം പോലും ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിശദീകരിച്ച് അതിനൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു അധികാരം ഏത് ജഡ്ജിനുണ്ട്. ആ വിവേചന അധികാരത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മളൊരു ജുഡീഷ്യറിയുടെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന നിലയിൽ ആ കോടതി വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന്റെ നമുക്കുള്ള അടുത്ത അവകാശം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.